ഹായ് എവരിബഡി, വെൽക്കം ബാക്ക് ടു അവർ ഓൺലൈൻ ക്ലാസ്സസ്. അപ്പോൾ നമ്മൾ ഓൺലൈൻ ക്ലാസ്സിൻ്റെ നമ്മുടെ ഗൈഡൻസ് അക്കാഡമിയുടെ ഓൺലൈൻ ക്ലാസ്സിൽ അടുത്ത സെക്ഷൻ്റെ അടുത്ത ഒരു ടോപ്പിക്കിലോട്ടാണ് കടക്കുന്നത്. ഏതൊരു LD അടക്കമുള്ള പരീക്ഷകൾക്ക് പോയാലും അല്ലെ പോലീസ് കോൺസ്റ്റബിളോ അതേപോലുള്ള 20 മാർക്കിൻ്റെ ഏത് എക്സാമിന് പോകുമ്പോഴും നമ്മളെ തേടിയെത്തുന്ന ചെറിയ ഒരു ടോപ്പിക്കാണ് ഈഫ് ക്ലോസസ് അഥവാ കണ്ടീഷണൽ ക്ലോസസ്. കണ്ടീഷണൽ ക്ലോസസ് എന്ന് പറയുന്ന ഒരു ചെറിയ ടോപ്പിക്ക് ഒരല്പം കാര്യം ശ്രദ്ധിച്ചാൽ പൂർണ്ണമായിട്ട് മാർക്ക് കിട്ടാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. നമ്മളപ്പോൾ ഒരല്പസമയം നിങ്ങളുടെ ശ്രദ്ധ മുഴുവൻ ഇതുമായി ബന്ധപ്പെട്ട ടോപ്പിക്കിലോട്ടായിരിക്കണം. അപ്പോൾ നമ്മൾ ആദ്യമേ അതിൻ്റെ റൂൾസൊക്കെ ഒന്ന് ചർച്ച ചെയ്യുന്നു. വ്യത്യസ്തമായ 8ഓളം പോയിൻറ്റ്സ് നിങ്ങളുടെ മനസ്സിലോട്ട് സന്നിവേശിച്ചാൽ ഇതിൽ നിന്ന് ഇനി ഒരു മാർക്ക് പോകത്തില്ല. അതിനുശേഷം നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യനും കൂടെ നിങ്ങൾക്ക് ഇട്ട് തന്നിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. അതോടുകൂടി മനസ്സിൽ പൂർണ്ണമായിട്ട് ഇതങ്ങ് സെറ്റാവും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ടോപ്പിക്കിലോട്ട് കിടക്കാം. അപ്പോൾ ഈഫ് ക്ലോസ് എന്ന് പറയുന്നതുമായി ബന്ധപ്പെട്ട് 8ഓളം പോയിൻ്റ് നമ്മൾ നിർബന്ധമായും പഠിച്ചിരിക്കണം. ഈഫ് ക്ലോസ് പഠിക്കുമ്പോൾ തന്നെ ആദ്യം നിങ്ങളെ ഉണർത്തുന്നത് അൺലെസ് എന്ന് പറയുന്ന ഈഫ് ക്ലോസിൻ്റെ ഒരു നെഗറ്റീവ് വാക്കിനോടാണ്. അൺലെസ് എന്ന് പറഞ്ഞാൽ ചില എക്സാമിനൊക്കെ പല ആൾക്കാരും തെറ്റിക്കാറുള്ളൊരു പോയിൻ്റാണ്. അൺലെസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈഫ് നോട്ട് എന്നാണ്. മനസ്സിലായോ? അൺലെസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഈഫ് നോട്ട് എന്നാണ്. മനസ്സിലായോ? അപ്പോൾ ഒരു പോയിൻ്റ് ഒന്ന് പറഞ്ഞു തന്നോട്ടെ. ഏതെങ്കിലും എക്സാമിന് പോകുമ്പം ഈ അൺലെസ് എന്നതിൻ്റെ കൂട്ടത്തിൽ ആ ക്വസ്റ്റ്യനിൻ്റെ ആ സെൻറ്റൻസിൽ എവിടെയെങ്കിലും നോട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. അതായിരിക്കും അവിടുത്തെ എറർ കറക്ഷൻ. വേറെ ഒന്നും നിങ്ങളിപ്പോൾ മനസ്സിൽ വെക്കണ്ട. ഞാനൊന്നും പഠിപ്പിച്ചിട്ടുമില്ല. എന്തേ പറഞ്ഞിട്ടുള്ളൂ? ഈഫ് ക്ലോസിൻ്റെ ഈഫ് എന്ന് പറഞ്ഞിട്ടുള്ളൂ. ആ ഈഫ് എന്ന് പറഞ്ഞതിനോടൊപ്പം അൺലെസ് പറഞ്ഞു. ബാക്കിയുള്ള പോയിൻ്റൊക്കെ നമ്മൾ വഴിയെ ചർച്ച ചെയ്യും. അപ്പോൾ എന്താ പറഞ്ഞേ? അൺലെസ് എന്ന് പറഞ്ഞാൽ ഈഫ് നോട്ടാണ്. അത്രയൊന്ന് മനസ്സിൽ ഇപ്പോൾ ഒന്ന് വെക്കുക. അപ്പോൾ നമ്മൾ ഈ ഈഫ് ക്ലോസുമായി ബന്ധപ്പെട്ട് ഏകദേശം ഒരു 8 പോയിൻ്റോളം പഠിക്കണം എന്ന് നമ്മൾ പറഞ്ഞു. ആദ്യമേ നമ്മളൊരു 5 ടൈപ്പായിട്ട്, പക്ഷെ നിങ്ങളൊക്കെ 3 ടൈപ്പായിട്ടൊക്കെ ആയിരിക്കാം ഇത് പഠിച്ചു വെച്ചിരിക്കുന്നത്. എന്നിരുന്നാലും നമ്മളിവിടെ നമുക്ക് പഠിക്കാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടി ഒരു 5 ടൈപ്പായിട്ട് ഇതിനെ അങ്ങ് വലിച്ചു കീറി ഒട്ടിച്ച് പ്രീവിയസ് ക്വസ്റ്റ്യനിലോട്ട് കടക്കാൻ പോവാണ്. നിങ്ങളിതാ ഇതിനെ അങ്ങ് ആദ്യമേ എന്ത് മനസ്സിലാക്കണം? വളരെ സിമ്പിളാണെന്നുള്ളൊരു ഐഡിയ മനസ്സിലുണ്ടാവണം. നിങ്ങൾ അതിന് ശേഷം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കണം. ഈ ക്ലോസിൻ്റെ ഈ പറയുന്ന അല്ലാതെ വേറൊന്നും അവിടെ ചോദിച്ചിട്ടില്ല. അപ്പം ഞാൻ സമയം കളയുന്നില്ല. അപ്പോൾ ഇതൊരു 5 ടൈപ്പ്. നമ്മളൊരു ടൈപ്പ് നമ്പർ 1 എന്ന് പറഞ്ഞുകൊണ്ട് പഠിക്കാൻ പോകുന്നത് എന്താണെന്ന് നോക്കിയേ. ടൈപ്പ് നമ്പർ 1 എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇത്രയേ ഉള്ളൂ. ഈഫ്, നമ്മുടെ ഈഫ് ക്ലോസിലെ ഈഫ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് ഒരു സബ്ജക്റ്റ് ഉണ്ടാവും. സിമ്പിൾ പ്രസൻറ്റ് വന്നാൽ അപ്പോൾ ഈഫ് ക്ലോസ് മെയിൻ ക്ലോസും ഉണ്ട്, സബ്ഓർഡിനേറ്റ് ക്ലോസും ഉണ്ട്. അങ്ങനെയൊന്നും പറഞ്ഞ് ഞാൻ നിങ്ങളിപ്പം ബുദ്ധിമുട്ടിക്കുന്നില്ല. അത് നമുക്ക് സിമ്പിൾ കോമ്പൗണ്ട് കോംപ്ലക്സ് എന്ന് പറഞ്ഞൊരു ടോപ്പിക്ക് നമ്മൾ അടുത്ത ചർച്ച ചെയ്യുന്നുണ്ട്. അത് ചർച്ച ചെയ്യാം. അപ്പോൾ ഇവിടെ ഇത്രയും പറഞ്ഞാൽ മതി. ഈഫ് ക്ലോസിൽ 2 പാർട്ടുണ്ടെന്ന് മനസ്സിലാക്കുക. ഒരു പാർട്ടിൽ ഈഫിന് ശേഷം സബ്ജക്റ്റിന് ശേഷം സിമ്പിൾ പ്രസൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ? സിമ്പിൾ അവിടെയാണ് ഇനി പ്രശ്നം. സിമ്പിൾ പ്രസൻറ്റ് എന്ന് പറഞ്ഞാൽ വെർബിൻ്റെ 1ാമത്തെ ഫോം. ക്ലിയർ ആണോ? വെർബിൻ്റെ 1ാമത്തെ ഫോം. അല്ലെങ്കിൽ ഈ വെർബിൻ്റെ 1ാമത്തെ ഫോമിനോടൊപ്പം എസ്സോ ഇഎസ്സോ ഐഇഎസ്സോ എന്തെങ്കിലും വന്നാൽ എന്താണ് നമുക്ക് വഴിയെ ചർച്ച ചെയ്യാം. അല്ല, ഞാൻ വെർബിൻ്റെ ക്ലാസ് ചർച്ച ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എസ്സോ ഇഎസ്സോ ഐഇഎസ്ഒ ഇവന്മാർ തന്നിരിക്കുന്ന വെർബിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിന് സിമ്പിൾ പ്രസൻറ്റ് എന്ന് പറയാം. ഇനിയുമ്പോൾ സിമ്പിൾ പ്രസൻറ്റ് പറയുന്ന കൂട്ടത്തിൽ ഇനി നമ്മുടെ ഈസൊക്കെ വന്നാലും വളരെ റെയറായിട്ടൊക്കെ ചോദിക്കാറുണ്ട്. ഈസൊക്കെ വന്നാലും അത് സിമ്പിൾ പ്രസൻറ്റിൻ്റെ സ്ഥാനത്താണല്ലോ വരിക. ഇനിയിപ്പം ഡെസ്സൊക്കെ വന്നാലും നമ്മൾ അങ്ങോട്ടൊന്നും പോകുന്നില്ല. ഇത് പറയുമ്പോൾ തന്നെ ഒരു കാര്യം കൂടെ പഠിച്ചോണം.
നമ്മുടെ ഈ ഹാവ് ഉണ്ടല്ലോ, ഹാവും ഹാസും, ഈ ഹാവ് വന്നാലും എന്താണെന്നുള്ളത് നമ്മൾ പിന്നീട് ചർച്ച ചെയ്യും. എന്താണ് ഇപ്പോൾ തൽക്കാലം ഹാവ് എന്നൊന്ന് മനസ്സിൽ കിടന്നോട്ടെ. എന്താണ് ഞാനത് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞത് ജസ്റ്റ്. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞിട്ടുള്ളത്, ഈ സിമ്പിൾ പ്രസൻറ്റിൻ്റെ താഴെ എഴുതിയിരിക്കുന്ന ഈസും ഹാവും ജസ്റ്റ് ഒന്ന് എഴുതിയിട്ടുള്ളൂ. അത് നിങ്ങൾ വലുതായിട്ട് അതിനെ ഓർത്ത് ബേജാറാവല്ലേ. നമുക്ക് വേണ്ട കാര്യം പറഞ്ഞു. എന്താ, സിമ്പിൾ പ്രസൻറ്റ് വന്നാൽ ഇതിൻ്റെ 2 കാര്യവും ഞാൻ പിന്നീട് പറഞ്ഞു തരും. ഓക്കെ, യെസ്. അപ്പോൾ സിമ്പിൾ പ്രസൻറ്റ് എന്ന് പറയുന്നത് ഒരു വെർബിൻ്റെ 1ാമത്തെ ഫോം. മിക്കവാറും BSc പരീക്ഷയ്ക്ക് ഇങ്ങനെ വരുള്ളൂ. ഒരു സിമ്പിൾ പ്രസൻറ്റ് എന്ന് പറഞ്ഞാൽ വെർബിൻ്റെ 1ാമത്തെ ഫോം, ആ ഫോമിനോടൊപ്പം SO ESO വന്നാൽ കണ്ണടച്ചിട്ട് ഇതാ ഇങ്ങനെ അങ്ങോട്ട് പഠിക്കുക. സെക്കൻഡ് പാർട്ടിൽ, അതായത് നമ്മൾ ഈ 2 കാര്യം പറഞ്ഞല്ലോ, ഇഫ് സബ്ജക്റ്റ് സിമ്പിൾ പ്രസൻറ്റ് വരെയുള്ളത് ഒരു പാർട്ട്. സെക്കൻഡ് പാർട്ടിൽ വില്ല്, ഷാല്, ക്യാന്, മേയ്, മസ്റ്റ് ഉണ്ടെങ്കിൽ മസ്റ്റ്, അതിനുശേഷം വെർബിൻ്റെ 1ാമത്തെ ഫോം. നമ്മുടെ പണി കഴിഞ്ഞു. ഒന്നും കൂടെ ഒന്ന് പറഞ്ഞു നോക്കാം. ഈഫ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് സിമ്പിൾ പ്രസൻറ്റ് പ്ലസ് വില്ല്, ഷാല് പ്ലസ് ക്യാന്, മേയ് പ്ലസ് അല്ലെങ്കിൽ മസ്റ്റ് പ്ലസ് V1. എന്ത് മനസ്സിലായി? ഈഫ് ക്ലോസ് എന്ന് പറയുന്ന ടൈപ്പ് നമ്പർ 1ൽ സിമ്പിൾ പ്രസൻ്റ് ആണ് വരുന്നതെങ്കിൽ 1ാമത്തെ പാർട്ടിൽ സിമ്പിൾ പ്രസൻ്റ് ആണ് വരുന്നതെങ്കിൽ 2ാമത്തെ പാർട്ടിൽ വില്ലോ, ഷാലോ, ക്യാനോ, മസ്റ്റോ പ്ലസ് V1. ഓക്കെ ആണോ? എങ്കിൽ നമുക്ക് നോക്കാം. ഇഫ് യു സ്റ്റഡി വെൽ യു ഡാഷ് പാസ്. Unless you study well, you dash pass. എന്താ ഇവിടെ എഴുതിയേക്കുന്നത്? ഇഫ് യു സ്റ്റഡി വെൽ. ഈ സ്റ്റഡി എന്നുള്ളത് വെർബിൻ്റെ 1ാമത്തെ ഫോമാണെന്ന് നമുക്കറിയാം. കണ്ണടച്ച് ഓപ്ഷൻ്റെ അകത്ത് വില്ലേജ്, ഷാല, ക്യാൻ, മേയ, മസ്റ്റ് ഇതിലേതിലൊന്നും അവർ തരുള്ളൂ. അതുകൊണ്ട് നമുക്ക് പറയാം ഇഫ് യു സ്റ്റഡി വെൽ യു വിൽ പാസ്. ക്ലിയർ ആണോ? ഇവിടെ വില്ല് വരാനുള്ള കാരണം എന്താണ്? ഇവിടെ സിമ്പിൾ പ്രസൻറ്റ്. ഇത്രയും മനസ്സിലായോ? പിന്നെ ഞാൻ എന്താണ് ഈ അൺലെസ് എഴുതിയേക്കുന്നത്? അൺലെസ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഈഫ് നോട്ട്. ഈഫ് നോട്ട് യു സ്റ്റഡി വെൽ, നീ നന്നായിട്ട് പഠിച്ചില്ലെങ്കിൽ യു വിൽ പാസ് എന്ന് പറയാൻ പറ്റുമോ? അതൊരല്പം സെൻസ് ഉണ്ടാവണം. അവിടെ എന്ത് വരും? യു വിൽ നോട്ട് അഥവാ യു വോണ്ട് പാസ്. എന്താ യു വോണ്ട് അല്ലെങ്കിൽ വിൽ നോട്ട്. ഇനി സംശയം ഉണ്ടെങ്കിൽ ഇതാ ഞാൻ എഴുതിയേക്കുന്നത് ഈ വിൽ നോട്ടാണ് കേട്ടോ. അതാണ് വോണ്ട. മനസ്സിലായോ? എന്ത് മനസ്സിലായി? അൺലെസ് വരുമ്പോൾ നിങ്ങൾ തന്നിരിക്കുന്ന ഓപ്ഷനുമായി ബന്ധപ്പെട്ട ഒരല്പം തലച്ചോറ് പ്രവർത്തിപ്പിക്കണം, എങ്കിലും അത് ശരിയാവത്തുള്ളൂ. വളരെ അധികമൊന്നും അവർ ചോദിച്ച് ബുദ്ധിമുട്ടിക്കാറില്ല, എങ്കിലും ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ സിമ്പിൾ പ്രസൻറ്റിൻ്റെ രൂപം. ഒരു ക്വസ്റ്റ്യൻ കൂടെ പറഞ്ഞാലോ? ഇഫ് ഹി കംസ് ഹിയർ ഐ ഡാഷ് ഹിം എ ഗിഫ്റ്റ്. എന്ത് മനസ്സിലായോളൂ? ഇഫ് ഹി കംസ് ഹിയർ, നമ്മൾ പറഞ്ഞ ഈ കമ്മ എന്നുള്ളതിനോടൊപ്പം ഒരു എസ്സും കൂടെ ചേർന്നു. എന്താണെന്ന് മനസ്സിലായി? സിമ്പിൾ പ്രസൻ്റാണെന്ന് മനസ്സിലായി. മറുഭാഗത്ത് സിമ്പിൾ പ്രസൻറ്റുമായി ബന്ധപ്പെട്ട ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷൻ തരാം. ഇത് വുഡ് ഗീവ്, വിൽ ഗീവ്, വുഡ് ഹാവ് given, none of these. ഈ മോഡലായിരിക്കും നമുക്ക് PSC തരാൻ ഉദ്ദേശിക്കുന്ന ഓപ്ഷൻ. അപ്പോൾ ഇവിടെ ഈ കംസ് വീണ്ടും അടിവരയിട്ട് പഠിച്ചോണം. കംസ് എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? സിമ്പിൾ പ്രസൻറ്റ് ആണെന്ന് മനസ്സിലായി. കംസ് എന്നുള്ളത് എന്താണെന്ന് മനസ്സിലായി? സിമ്പിൾ പ്രസൻ്റ് ആണെന്ന് മനസ്സിലായി. അങ്ങനെ സിമ്പിൾ പ്രസൻ്റ് ആയതുകൊണ്ട് കണ്ണുമടച്ച് നമുക്ക് നോക്കണം. വില്ല്, ഷാല്, ക്യാന്, മേയ പ്ലസ് V1 ഏതാ ഉള്ളത്? വുഡ് പ്ലസ് ഗീവ് അല്ല, വുഡ് ഹാവ് പ്ലസ് അല്ല, നൺ ഓഫ് ദീസും അല്ല. കാരണം എന്താണ്? ഇവിടെ വില്ലും കിടപ്പുണ്ട്, ഗീവും കിടപ്പുണ്ട്. ഇത്രയും മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. ഇത്രയേ ഉള്ളൂ സംഭവം.
ഓക്കെ, യെസ്. എങ്കിൽ നമുക്ക് ടൈപ്പ് നമ്പർ 2 കടക്കാം. ടൈപ്പ് നമ്പർ 2 കടക്കാം. ടൈപ്പ് നമ്പർ 2 കടക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഈ സിമ്പിൾ പ്രസൻറ്റ് എന്നുള്ളതങ്ങ് തൽക്കാലം മറന്നേക്കുക. വില്ലും ഷാലും മേയും ഒക്കെ അങ്ങ് മറക്കുക. സബ്ജക്റ്റ് പ്ലസ് രണ്ടാമത്തെ ഫോം ആകുമ്പോൾ സിമ്പിൾ പാസ്റ്റ് ആണ് വരുന്നത്. ആരാണ് വരുന്നത്? സിമ്പിൾ പാസ്റ്റ് ആണ് വരുന്നത്. സിമ്പിൾ പാസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണെന്ന് നമുക്കറിയാം. വെർബിൻ്റെ രണ്ടാമത്തെ ഫോമാണ് സിമ്പിൾ പാസ്റ്റ്. സിമ്പിൾ പാസ്റ്റ് എന്ന് പറഞ്ഞാൽ വെർബിൻ്റെ രണ്ടാമത്തെ ഫോമാണ്. അങ്ങനെ വെർബിൻ്റെ രണ്ടാമത്തെ ഫോം ആകുമ്പോൾ എന്താ ചെയ്യണ്ടേ? ഈഫ് സബ്ജക്റ്റ് പ്ലസ് സിമ്പിൾ പാസ്റ്റ്. നമുക്കറിയാം വാസ് വേറെ ഒക്കെ എന്തിൽപ്പെടുന്നതാണ്? സിമ്പിൾ പാസ്റ്റ്. അത് ഞാൻ വേറൊരു കേസായിട്ട് പറയുന്നുണ്ട്. അല്ലെങ്കിൽ ഹാഡ് മാത്രം. നമ്മൾ മുമ്പേ ഒരു ഹാവ് പറഞ്ഞ പോലെ ഞാനിതാ തൽക്കാലം ഒരു ഹാഡ് ഇങ്ങോട്ട് ഇറക്കി എഴുതിയിട്ടുണ്ട്. എന്തിനാന്നുള്ള കാര്യം ഞാൻ വേറൊരു ഇതായിട്ടൊരു നമ്മുടെ പോയിൻ്റായിട്ട് പിന്നീട് ചർച്ച ചെയ്യാം. ചുമ്മാ അവിടെ കിടന്നോട്ടെ ഒരു ഹാഡ്. അപ്പോൾ ഈഫ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ നമ്മളുടെ സെക്കൻഡ് പാർട്ടിൽ എന്താ വരിക? ഇനി ഇവിടെ വില്ലും ഷാലും ഒക്കെ വരാൻ പറ്റുമോ? എടോ, ഇവിടെ സിമ്പിൾ പാസ്റ്റ് അല്ലേ, വെർബിൻ്റെ രണ്ടാമത്തെ ഫോം അല്ലേ. അവിടെ നമ്മൾ വില്ലിന് പകരം വുഡ്, ഷാലിന് പകരം ഷുഡ്, ക്യാനിന് പകരം കുഡ്, മേയ്ക്ക് പകരം മൈറ്റ്. ചർച്ച അവസാനിപ്പിച്ചു. ഇനി എന്താ വേണ്ടേ? ഇനിയുള്ള കാര്യമാണ് പ്രശ്നം. V1 വേണോ? സിമ്പിൾ പാസ്റ്റ് ആയതുകൊണ്ട് V2 വേണോ എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവാം. എന്തേ പറ്റുള്ളൂ? അടിസ്ഥാന ഗ്രാമർ ഇവയ്ക്ക് ശേഷം വെർബിൻ്റെ ഒന്നാമത്തെ ഫോമേ പറ്റുള്ളൂ. മനസ്സിലായോ? അവിടെ എന്തേ പറ്റത്തുള്ളൂ? വെർബിൻ്റെ, അതായത് ഒരു അടിസ്ഥാന നമ്മൾ മോഡൽ ഓക്സിലറീസൊക്കെ നമ്മൾ ചർച്ച ചെയ്തല്ലോ. അപ്പോൾ അവിടെയൊക്കെ ഈ വുഡ് ശാല, വില്ലേ ശാല ഇതിനൊക്കെ ശേഷം വെർബിൻ്റെ ഒന്നാമത്തെ ഫോമാണ്. ഞാൻ അവിടെ ഓക്സിലറി ക്ലാസ് പഠിപ്പിച്ചായിരുന്നു. ആ നിയമം തന്നെയാണ് ഇവിടെ V1 വരത്തുള്ളൂ. അപ്പോൾ ഒന്നും പറയാനില്ല, ഇത്രയേ ഉള്ളൂ. ഈഫ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ എന്താണെങ്കിൽ സിമ്പിൾ പാസ്റ്റ് ആണ്. വെർബിൻ്റെ രണ്ടാമത്തെ ഫോമാണ് വരുന്നതെങ്കിൽ വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് പ്ലസ് V1 ആയിരിക്കും. നമുക്ക് തിരിച്ചു വരാം. നമ്മുടെ ഈ ക്വസ്റ്റ്യൻ ഇഫ് യു സ്റ്റഡി എന്നുള്ള ഈ ക്വസ്റ്റ്യനെ നമ്മൾ ഈ V1 എന്താക്കി മാറ്റാൻ പോവാണ്? ഈ V1 സ്റ്റഡി എന്നുള്ളതിനെ അപ്പം എന്താക്കാൻ മാറ്റാൻ പോവാണ്? ഇഫ് യു സ്റ്റഡി എന്നുള്ളതിൻ്റെ പാസ്റ്റ് ഏതാടോ? സ്റ്റഡീഡ് എന്നാക്കി മാറ്റി. ഇഫ് യു സ്റ്റഡീഡ് വെൽ. ഇവിടെ എന്താ സംഭവിച്ചേ? സ്റ്റഡി എന്നുള്ളതിന് പകരം സ്റ്റഡി എന്നുള്ളതിന് എന്ത് വന്നു? സ്റ്റഡീഡായി. അപ്പം എന്ത് വരണം? യു ഡാഷ് എന്താ വരിക? ഇവിടെ വിൽ പാസ് എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പം തന്നിരിക്കുന്നതിൽ വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് നമ്മൾ തൽക്കാലം ആരെ തന്നെ എടുത്തു? വുഡിനെ എടുത്തു. ഇനി പാസ്സാണോ പാസ്ഡ് ആണോ? പാസ് ആണ്. കാരണം ഇവിടെ V1 എന്നല്ലേ പഠിച്ചേക്കുന്നത്. സിമ്പിൾ അല്ലേ? എന്തു മനസ്സിലായി? ഇവിടെ സ്റ്റഡീഡ് വന്നു, അതുകൊണ്ട് ഇവിടെ വുഡ് വന്നു. ഇത്രയും മനസ്സിലായോ? ഇവിടെ സ്റ്റഡി വന്നു, ഇവിടെ വില്ല് വന്നു. മനസ്സിലായോ? ഇത് കൂടുതൽ ഇത് പറയാനില്ല. സ്റ്റഡീഡ് വന്നു, വുഡ് വന്നു. ഇനി ഒരൊറ്റ കാര്യം, ഇവിടെ പാസ്ഡ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ തരും. വുഡ് പാസ്ഡ്. അശ്രദ്ധ കൊണ്ട് ഒരു മാർക്ക് കളയല്ലേ. അവിടെ എന്തേ വരത്തുള്ളൂ? വുഡ് പാസ്. ഒരു ക്വസ്റ്റ്യനും കൂടെ നമുക്ക് നോക്കിയാലോ. ഈ മൂന്നാമത് നമ്മൾ പറയുന്നത് ഇഫ് ഹി കംസ്. കം എന്നുള്ളതിൻ്റെ പാസ്റ്റ് ഏതാ? കെയിം ഹിയർ. അപ്പോൾ ഇവിടെ കംസ് ആയിരുന്നു, ഇവിടെ ആയപ്പോൾ എന്തായി മാറി? കെയിമായി മാറി. ഇനി എന്താ ചെയ്യേണ്ടത്? ഐ ഡാഷ് ഹിം എ ഗിഫ്റ്റ്. നേരത്തെ തന്ന ഓപ്ഷൻ തന്നെ ഒന്ന് നോക്കിക്കേ. വുഡ് ഗീവ്, വില്ല് ഗീവ്, വുഡ് ഹാവ് ഗിവൺ, നൺ ഓഫ് ദീസ്. കെയിം ആയതുകൊണ്ട് വില്ല് വരുമോ? ഇല്ല. വില്ല് വരുമോ? ഇല്ല. പിന്നെ ആരാ വരിക? വുഡേ വരത്തുള്ളൂ. ആ വുഡിന് ശേഷം വെർബിൻ്റെ ഒന്നാമത്തെ ഫോം ഏതാ? ഗീവ്. അപ്പോൾ നമ്മളുടെ ആൻസർ എന്ത് കിട്ടി? വുഡ് ഗീവ് എന്ന് കിട്ടി. മനസ്സിലായോ? കെയിം ആയപ്പോൾ വുഡ് ഗീവ് കിട്ടി. കംസ് ആയപ്പോൾ
വില്ല് ഗീവ് കിട്ടി. മനസ്സിലായോ? ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ക്ലോസ് ടൈപ്പും കഴിഞ്ഞു. ഇനി നമുക്ക് മൂന്നാമത്തെ ക്ലോസിലോട്ട് പോകാം. യെസ്, മൂന്നാമത്തെ ക്ലോസ് എന്ന് പറയുമ്പോൾ എന്താണ് നമ്മളവിടെ ശ്രദ്ധിക്കേണ്ടത്? മൂന്നാമത്തെ ക്ലോസിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങൾ നോക്കൂ. ഇവിടെ നമ്മൾ സിമ്പിൾ പാസ്റ്റ് ആണ് ചർച്ച ചെയ്തതെങ്കിൽ, എന്താ പറഞ്ഞേ? സിമ്പിൾ പാസ്റ്റ് ആണ് ചർച്ച ചെയ്തതെങ്കിൽ ഇവിടെ നമ്മൾ ആ സിമ്പിൾ പാസ്റ്റിനെയും തൽക്കാലം അങ്ങ് മറന്നേക്കുക. ഇനിയും ശ്രദ്ധിച്ചിരുന്നോണം. എന്തൊക്കെയാണ്? ഇഫ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് പാസ്റ്റ് പെർഫെക്റ്റ്. ഏതാ പറഞ്ഞേ? ഇഫ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് പാസ്റ്റ് പെർഫെക്റ്റ്. ഇങ്ങനെ പറയുമ്പോൾ തന്നെ നമ്മൾ എന്താണ് പാസ്റ്റ് പെർഫെക്റ്റ്? ഇതാ നോക്കിക്കോണം. ഹാഡ് പ്ലസ് V3. മുമ്പേ നമ്മളൊരു ഹാഡ് എവിടെയോ എഴുതി ഇട്ടായിരുന്നു, അത് അവിടെ തന്നെ കിടന്നോട്ടെ, അത് നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം. ഹാഡ് പ്ലസ് V3 ആണോ വന്നിരിക്കുന്നത് നോക്കണം. ഹാഡ് കണ്ട ഉടനെ ചാടി കയറി പോകരുത്, അത് നമ്മൾ വരും, മനസ്സിലാക്കി തരാം. ഇഫ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് പാസ്റ്റ് പെർഫെക്റ്റ് ആണെങ്കിൽ സെക്കൻഡ് പാർട്ടിൽ ഏതാ വരിക? സെക്കൻഡ് പാർട്ടിൽ ഇതേപോലെ തന്നെ വുഡ്, ഷുഡ്, കുഡ്, പിന്നെ ഏതാ? മൈറ്റ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഴയ പഠിച്ചതാ. പ്ലസ് ഹാവ് പ്ലസ് വെർബിൻ്റെ മൂന്നാമത്തെ ഫോം. വല്ലോ മനസ്സിലായോ? എന്ത് മനസ്സിലായി? ഇവിടെ ഹാവ് പ്ലസ് വെർബിൻ്റെ മൂന്നാമത്തെ ഫോമാണ് വരേണ്ടത്. എങ്ങനെ? ഇഫ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് V3 പാസ്റ്റ് പെർഫെക്റ്റ് ആണ് വരുന്നതെങ്കിൽ സെക്കൻഡ് പാർട്ടിൽ വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് പ്ലസ് ഹാവ് പ്ലസ് V3. അപ്പോൾ ഇഫ് യു സ്റ്റഡി വെൽ യു വിൽ പാസ് എന്നുള്ളതിനെ നമുക്ക് എങ്ങനെ മാറ്റാൻ പറ്റും? യെസ്, നമ്മളിതാ ഇങ്ങനെ ആക്കാൻ പോവാണ്. ഇഫ് യു സ്റ്റഡി എന്നുള്ളത് എന്തായിട്ട് മാറി? ഹാഡ് സ്റ്റഡീഡ്. മനസ്സിലായോ? ഹാഡ് സ്റ്റഡീഡ് വെൽ യു ഡാഷ്. എങ്ങനെ പറയണം? വുഡ്, ഷുഡ്, ഗുഡ്, മൈറ്റ്. തൽക്കാലം നമ്മൾ വില്ല് ആയതുകൊണ്ട് ഇവിടെ അടുത്ത് തന്നെ ആരെ എടുത്തു? വുഡിനെ എടുത്തു. പണി തീർന്നോ? ഇല്ല. ഇനി എന്ത് വേണം? ഹാവ് വേണം. തീർന്നോ? ഇല്ല. പാസ് എന്നുള്ളതിൻ്റെ V3 ഏതാണ്? പാസ്ഡ് എന്നാണ്. കാര്യം മനസ്സിലായോ? ഹാഡ് പ്ലസ് V3 ആണ് വന്നിരിക്കുന്നത്. അങ്ങനെ ഹാഡ് പ്ലസ് V3, ഹാഡിൻ്റെ മാത്രം കേസ് നമ്മൾ പിന്നീട് ചർച്ച ചെയ്യും. ഹാഡ് പ്ലസ് V3 ആയതുകൊണ്ട് ഇവിടെയും നമ്മൾ വുഡ് എഴുതി, ഹാവ് എഴുതി, V3 എഴുതി. മനസ്സിലാവുന്നോ? നമ്മളൊരു ക്വസ്റ്റ്യൻ പറഞ്ഞായിരുന്നല്ലോ, ഇഫ് ഹി കംസ് ഹിയർ ഐ വിൽ ഗീവ് ഹിം എ ഗിഫ്റ്റ്. അതിനെ നമുക്ക് ഇങ്ങോട്ട് മാറ്റിയാലോ? എങ്ങനെ വരും? ഇഫ് ഹി കംസ് എന്നല്ലേ നമ്മൾ മുമ്പേ പറഞ്ഞത്. അപ്പോൾ അതെങ്ങനെയായി മാറും? ഇഫ് ഹി കംസിൻ്റെ ഹാഡ് പ്ലസ് V3 ആക്കുന്നതായി ഹാഡ് പ്ലസ് V3. കം കെയിം, കമ്മ് തന്നെ. യെസ്, ഹാഡ് കം ഹിയർ. ഓക്കെ ആണോ? ഇത്രയും കാണത്തുള്ളൂ പി എസ് സിയുടെ ഓപ്ഷനിൽ. അപ്പം നമ്മൾ ബാക്കി എന്താ ചെയ്യണ്ടേ? ഇഫ് ഹി ഹാഡ് കം ഹിയർ. മറുഭാഗം എങ്ങനെയാണ് നമ്മൾ വരിക? ഇഫ് ഹി ഹാഡ് കം ഹിയർ, ഐ വിൽ ഗീവ് എന്തായി മാറും? ഐ വുഡ്. നമ്മൾ വുഡിനെ എടുത്തു. ഐ വുഡ് ഗീവ് എന്ന് പറഞ്ഞാൽ ശരിയാവുമോ? ഇല്ല, ഹാവ് വേണം. ഐ വുഡ് ഹാവ് ഗീവിൻ്റെ V3 ഏതാണ്? ഗിവൺ എ ഗിഫ്റ്റ്. ഐ വുഡ് ഹാവ് ഗിവൺ എ ഗിഫ്റ്റ് എന്നുമായി മാറും. ഇതെങ്ങനെ വന്നതെന്നുള്ളത് നമ്മളിപ്പോൾ 3 കാര്യമേ ഇപ്പോൾ ഇവിടെ ചർച്ച ചെയ്തിട്ടുള്ളൂ. എങ്ങനെ വന്നേക്കുന്നതെന്ന് അറിയാമല്ലോ. ഇവിടെ ഹാഡ് പ്ലസ് V3 വന്നുകൊണ്ട് ഇവിടെ വുഡ് പ്ലസ് ഹാവ് പ്ലസ് V3 വന്നു. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ക്ലാസ്സിൽ എന്തൊക്കെയാണ് ചർച്ച ചെയ്തത്?
അപ്പോൾ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ഇത്ര ചർച്ച ചെയ്തിട്ടുള്ളൂ. ഈഫ് ക്ലോസിന് ഒരു 8ഓളം പോയിന്റ് വരുന്നുണ്ട്. ആ പോയിന്റുമായി ബന്ധപ്പെട്ട 3 കാര്യങ്ങൾ, ഇഫ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് സിമ്പിൾ പ്രസൻ്റ് ആണെങ്കിൽ സെക്കൻഡ് പാർട്ടിൽ വില്ല്, ഷാല്, ക്യാന്, മേയ പ്ലസ് V1 ആയിരിക്കും. അതേപോലെ രണ്ടാമത് നമ്മൾ എന്ത് പഠിച്ചു? ഇഫ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് ഒരു പാസ്റ്റ് ആണെങ്കിൽ മറുഭാഗത്ത് വുഡ്, ഷുഡ് പ്ലസ് V1. പ്രധാനപ്പെട്ട ഐറ്റമാണ്. മൂന്നാമത്തതാണ് മിക്ക പരീക്ഷയ്ക്കും ഉണ്ടാകുക. അത് പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറയുമ്പം ഹാഡ് പ്ലസ് V3 എന്ന് നിർബന്ധമായും പഠിക്കണം. അങ്ങനെ വരുമ്പം വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് പ്ലസ് ഹാവ് പ്ലസ് V3 വരും. അപ്പോൾ നമുക്ക് ഈ ക്ലാസ്സിൽ ഇത്രയും കാര്യങ്ങൾ പഠിക്കുക. ഇത് പഠിച്ചതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ബാക്കി പോയിന്റും കൂടെ ഒരു ക്ലാസ് നമുക്ക് ചർച്ച ചെയ്യാം. ഓക്കെ, താങ്ക് യു.